മലയാള സിനിമയിൽ ഋതുക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന സംവിധായകൻ. ഈ മൺസൂൺ സീസണിൽ ഓട്ടം സീസണിന്റെ കഥ പറയാൻ ക്ലബ് FM ഉള്ളത് ഡയറക്ടർ ശ്യാമപ്രസാദ് ആണ്. വെൽക്കം ടു മൈ ഷോ സർ. Thank you very much. I'm Shyaamaprasad on Club FM Star Jam Show. എന്താ ശ്യാമപ്രസാദും സീസൺസും തമ്മിലുള്ള കണക്ഷൻ? സീസൺസ് മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അല്ലേ. സീസൺസിലൂടെയാണ് നമ്മൾ ജീവിതത്തിലെ ഓരോ ഗതികളും മാറുന്നത് അറിയുന്നത്. പ്രത്യേകിച്ചും when you are in a country like England where autumn is so beautiful and melancholic and evocative and all that. നമ്മളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വാസ്തവത്തിൽ ഓരോ ഋതുക്കളുടെ ഫീലിംഗുമായി ബന്ധപ്പെടുത്തി വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു യുവാവായിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും സ്വാധീനിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ 2 ഋതുക്കളേ ഉള്ളൂ, മഴയുള്ള കാലവും മഴയില്ലാത്ത കാലവും, ചൂടുള്ളതും ചൂടില്ലാത്തതും. പക്ഷേ പുറമേ വേറെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പല സീസൺസ് ശരിക്കും ഫീൽ ചെയ്യും. അതൊക്കെ ശരിക്കും മനുഷ്യന്റെ ഒരു ഓവറോൾ സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ വളരെ സഹായിക്കുന്ന ഒന്നല്ലേ. ഒരാളുടെ ഹ്യൂമൻ ഗ്രോത്തിന് ഋതുവായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കമ്പയർ ചെയ്യും? Childhood will be spring and then youth will be summer and then you have autumn and then you have the winter which is old age. ശ്യാമപ്രസാദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഋതു ഏതാ? I think in between summer and autumn which I am in I think. കാരണം അത് ഇങ്ങനെ ഇലകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മൊമെന്റിലാണ് ശരിക്കും നമ്മൾ ലൈഫിന്റെ ഒരു പാസേജിനെ പറ്റിയൊക്കെ ശരിക്കും ആലോചിക്കുന്നത്. I think it's a deeply spiritual experience to be in autumn. ഇത് മഴക്കാലാണ്, കാണാൻ സുഖം, കേൾക്കാൻ സുഖം, പറയാൻ സുഖം. മഴയെക്കുറിച്ചാണോ അതോ ഓട്ടത്തിനെ കുറിച്ചാണോ? ഒരു കേരളീയൻ എന്നുള്ള രീതിയിൽ മഴ തീർച്ചയായും വലിയൊരു അനുഭവം തന്നെയാണ്. പക്ഷെ നമ്മളുടെ സെൻസസ് ഒരു പക്ഷേ കുറച്ചുകൂടി എക്സൈറ്റഡ് ആവുന്നത് നമുക്ക് പരിചിതമല്ലാത്തൊരു എക്സ്പീരിയൻസിലൂടെ പോകുമ്പോഴാണ്. ഇപ്പൊ മഞ്ഞ് കാണുമ്പോൾ ശരിക്കും ഡീപ്പ് വിന്ററിൽ പോകുമ്പോൾ യു ഗെറ്റ് എ കംപ്ലീറ്റ്ലി ഓവർവെൽമിംഗ് എക്സ്പീരിയൻസ്. അത് മഴയിൽ നിന്ന് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും വളരെ നമ്മളെ ഒരു മെലങ്കോളിക് ആക്കുന്ന, നമ്മളുടെ ചിന്തയെയും അനുഭവങ്ങളെയൊക്കെ സൂക്ഷ്മമാക്കുന്ന ഒരു മൊമെന്റ് ആണ്. Well, let's start the show. ഇന്ന് എന്റെ കൂടെ ഡയറക്ടർ ശ്യാമപ്രസാദ് ആണ്, ദ ജീനിയസ് ഫിലിം മേക്കർ. ടു സ്റ്റാർട്ട് വിത്ത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുള്ളൂ. ഈ ഇംഗ്ലീഷ് പരീക്ഷ ശ്യാമപ്രസാദ് പാസ്സായോ? അത് പ്രേക്ഷകരാണ് പറയേണ്ടത്, ഞാൻ സ്വയമല്ല പറയേണ്ടത്. എനിക്ക് ഹാപ്പിനെസ് എന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. പല റെസ്പോൺസിൽ നിന്നും എനിക്ക് തിരിച്ച് വളരെയധികം ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് റെസ്പോൺസ് ടു കം. ടൺ കണക്കിന് ഫൺ. ഇനി കുറച്ചു നേരം ഇംഗ്ലീഷിനെ കുറിച്ച് മലയാളത്തിൽ സംസാരിക്കാൻ പോവാണ്. എന്റെ കൂടെ ഡയറക്ടർ ശ്യാമപ്രസാദ് ഉണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ഷോ സർ. താങ്ക് യു. Now take me to London. കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ലണ്ടനിലേക്ക് ഒരു ബസ് എടുക്കാം. അതെ, ലണ്ടൻ എൻ്റെ ഒരു പഠനകാലത്ത് ഇംഗ്ലണ്ടിലായിരുന്നു ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ലണ്ടനിൽ കുറച്ച് കാലം ജീവിക്കാൻ എനിക്ക് ഇതുണ്ടായിരുന്നു. ലണ്ടനിലെ മലയാളികളുടെ ജീവിതത്തെ കുറിച്ച് അടുത്തറിയാൻ പറ്റി. എന്താ പറയാ? ലണ്ടൻ സിറ്റി ഈസ് ബ്യൂട്ടിഫുൾ. ഐ വാസ് ടോൾഡ് ഇറ്റ്സ് ദ ഏറ്റവും ലാർജസ്റ്റ് റേഡിയസ് ഉള്ള സിറ്റി ആണ് ലണ്ടൻ എന്ന് പറയുന്നത്. സോ ഇഫ് യു സ്റ്റാർട്ട് ഫ്രം വൺ പോയിന്റ് യു വോണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ യു വോണ്ട് ഈവൻ റീച്ച് അറ്റ് ദി എൻഡ് ഓഫ് ദി ടൗൺ. അത്രയും വലുതാണ്. പിന്നെ ഇത്രയും ഒരു ന്യൂയോർക്ക് നമ്മുടെ മെൽറ്റിംഗ് പോട്ട് എന്ന് പറയാറുണ്ട് എല്ലാ കൾച്ചേഴ്സിന്റെയും. ബട്ട് ലണ്ടൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൾച്ചറലി ഒരു ഹൈറ്റൻഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ദർ ഇസ് എവറിവെയർ ആർട്ട് ആൻഡ് ഡിഫറെന്റ് നാഷണാലിറ്റീസ് ആൻഡ് ഐ മീൻ യു നോ ദ എംപയർ. എൻ്റെ ശരിക്കൊരു ഇന്നത്തെ ഒരു റിഫ്ലക്ഷൻ ശരിക്കും നമുക്ക് ലണ്ടനിൽ കാണാം. മുംബൈയിലാണെങ്കിൽ മുംബൈക്കാർ എന്ന് പറയും, ദുബായ് പോയാൽ ദുബായ്ക്കാരൻ എന്ന് പറയും. ലണ്ടൻകാരനെ കുറിച്ച് ലണ്ടനർ ഒരർത്ഥത്തിൽ അവിടുത്തെ ആളുകളെ പറ്റി അവിടുത്തെ വെതറിന്റെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാറുണ്ട്. ഇംഗ്ലീഷ് ട്രെയിൻ പോലെയാണെന്ന് പറയാറുണ്ട്. എപ്പോഴാണ് വരിക എന്നറിയില്ല. സിനിമയിൽ തന്നെ അതിനെപ്പറ്റി പരാമർശമുണ്ട്. നമ്മുടെ നാട്ടിലെ ബസ് വരുന്ന പോലെയാണ്, ട്രെയിൻ വരുന്ന പോലെയാണ്, എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റില്ല എന്ന്. സോ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ലണ്ടനിൽ. എപ്പോഴും മഴ പെയ്യാൻ സാധ്യതയുള്ള. എവരിബഡി വാക്സ് വിത്ത് an umbrella. Even in the peak of summer there is a gloom in it, which I love. ലണ്ടൻകാരുടെ ഒരു ബിഹേവിയർ പാറ്റേണും എല്ലാം കുറച്ചൊരു സട്ടിലാണ്, ഒരു റിസർവ്ഡ് ആണ്. ഞാൻ ലണ്ടനെ കുറിച്ച് ഓരോ വാക്കുകൾ പറയാം, അതിനെക്കുറിച്ച് സാർ പറഞ്ഞുതരാം. ലണ്ടൻ സിറ്റി ഫാബുലസ്, പൂർണ്ണമായും ഒരു വേൾഡ് സിറ്റി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നു. അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒരു യഥാർത്ഥ ബ്രിട്ടീഷുകാരൻ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് വില്ലേജുകളിലൊക്കെ പോകുമ്പോൾ വളരെ ഒരു ജസ്റ്റിസിനെ കുറിച്ച് വളരെ ആഴത്തിൽ ആലോചിക്കുന്ന ഒരാളാണ്. നോ വണ്ടർ നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ ഇത്രയധികം ഒരു വളർച്ച ഉണ്ടായതും അവർ ഗ്രേസ്ഫുള്ളി ഇവിടെ നിന്ന് വിട്ടുപോയത് പോലും അവരുടെ ജസ്റ്റിസിന്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ലണ്ടൻ പഴയ പോലെ ഒന്നും അല്ല എന്ന് തോന്നിയത് എപ്പോഴാണ്? യെസ്, അതെനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നിയത്. ലണ്ടൻ ഞാൻ പഠിക്കുന്ന സമയത്ത് 90s ലണ്ടൻ കുറച്ചുകൂടി റേഷ്യലി ടെൻസ് ആയിരുന്നു. മെനി ഏരിയസ് യു കാൻറ്റ് ഗോ ഇൻ, ഏഷ്യൻസ് കനോട്ട് ഗോ ഇൻ. സാർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു? യു കാൻ ഗോ ടു സർട്ടൻ പബ്സ്, യു കാൻ ഗോ ടു സർട്ടൻ ഏരിയാസ്, യു കാൻ ഗോ ടു എ ഫുട്ബോൾ മാച്ച്, സം ഓഫ് ദ ഫുട്ബോൾ മാച്ചസ്. നമ്മളൊരു ഏഷ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഫുട്ബോൾ ക്രൗഡ് എന്നൊക്കെ പറയുന്നത് ടിപ്പിക്കൽ റൗഡി ക്രൗഡാണ്. പക്ഷേ ഇപ്പോഴത്തെ ലണ്ടൻ ആക്ച്വലി കുറേ കൂടി വെൽക്കമിംഗ് ആണ്, കുറേ കൂടി മിക്സ്ഡ് അപ്പ് ആണ്. ആക്ച്വലി ഐ വുഡ് കോൾ ഇറ്റ് ഒരു ദ റിവേഴ്സൽ ഓഫ് ദ കൊളോണിയലിസം ആണ് ഇപ്പോൾ കാണുന്നത്. ആക്ച്വലി ഏഷ്യൻസ് ഹാവ് ആക്ച്വലി സീജ്ഡ് മെനി ഓഫ് ദ പ്ലേസസ്. പല ഏരിയസ് നിന്നും വൈറ്റ് പോയി കഴിഞ്ഞിരിക്കുന്നു. ലണ്ടൻ സ്റ്റോറീസ് ഓൺ സ്റ്റാർ ജാം ആൻഡ് എൻ്റെ കൂടെ ഡയറക്ടർ ശ്യാമപ്രസാദ്. താങ്ക് യു സോ മച്ച്. ടൺ കണക്കിന് ഫൺ. RJ Sean.
സാറുടെ കോളേജ് സ്റ്റോറീസ് പറയൂ, കേക്കട്ടെ. എന്താണ് ലണ്ടൻ കഥകൾ? ലണ്ടൻ കഥകൾ ഞാൻ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷനാണ് ചെയ്തത്. ആൻഡ് ഹൗ വാസ് ഇറ്റ്? എനിക്ക് ഇന്റേണൽ കഥകളാണ് അറിയേണ്ടത്. ഇന്റേണൽ ഞാനൊരു തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, ഹൾ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഫാബുലസ് ഫെസിലിറ്റീസ്, തിയേറ്റർ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് ദ എബിലിറ്റി ടു ട്രാവൽ എനിവെയർ. യൂറോപ്പിൽ ഓൾ ഓവർ പോയി, അതുപോലെ അയർലാൻഡ്, വെയിൽസ്, എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പറ്റി. സോ ഐ ഹാഡ് ഗ്രേറ്റ് ഫൺ ആക്ച്വലി. How was your life like a bachelor there? I was not a bachelor actually. I was married before that because അന്ന് ഞാൻ ദൂരദർശനിൽ ജോയിൻ ചെയ്തിട്ടാണ് I got a scholarship. So I was already a husband. Probably one of your clipping is going out of the... അയ്യോ, അപ്പൊ ലണ്ടൻ കള്ളത്തരങ്ങളൊന്നും ഇല്ല? ഇല്ല, ലണ്ടൻ കള്ളത്തരം, വലിയ കള്ളത്തരങ്ങളൊന്നും ഇല്ല. ചെറിയ നോ ലണ്ടൻ മദാമ സ്റ്റോറീസ്? No, not at all. Cool, relaxed ആയിട്ടുള്ള ലൈഫ് where there is no bondage and everything. And because students താമസിക്കുന്നതും യൂത്ത് താമസിക്കുന്നതും ഒക്കെ ഇൻഡിപെൻഡന്റ് ആണ്. After they are 18 and 20 they just live separately. So yeah. How was it? ഒന്ന് പറയൂ. അല്ല, after 20 every young man or a young woman stays separately either in a university or they find their own accommodation. വീട് വിട്ട് പറക്കും? വീട് വിട്ട് പറക്കും. and the government pays them dole money എന്ന് പറയുന്ന സാധനമുണ്ട്. അവർക്ക് ഒരു സസ്റ്റൈൻസിനുള്ള മണി കൊടുക്കും until they get a proper job. ഫൈനൽ ക്വസ്റ്റ്യൻ സർ. ജയസൂര്യ ഈ സിനിമയിൽ ഒരുപാട് ലവ് ലെറ്റേഴ്സ് ഒക്കെ എഴുതുന്നുണ്ട്. ശ്യാം പ്രസാദിന്റെ ലൈഫിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ശ്യാം പ്രസാദ് കഥയല്ലാണ്ട്? ലവ് ലെറ്റേഴ്സ് ഓഫ് കോഴ്സ് എഴുതിയിട്ടുണ്ട്. ലവ് ലെറ്റേഴ്സ് എഴുതാതെ ഒരു മനുഷ്യന് യുവത്വം കടന്നു വരാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ആ അത്രയൊന്നും അത്ര കൂടുതൽ എഴുതിയിട്ടില്ല, ടു ബി ഫ്രാങ്ക്. വാട്ട് കൈൻഡ് ഓഫ് ലവ് ലെറ്റേഴ്സ്? ഒരാൾക്കോ ഒരുപാട് പേർക്കോ? ഒരെണ്ണോ ഒരുപാടെണ്ണോ? ഒരുപാടെണ്ണം. അല്ലല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് നീണ്ടിട്ടുള്ള ഒരു സബരിയായിരുന്നു അത്. ശ്യാം പ്രസാദിന്റെ തൂലികയിൽ നിന്ന് ജനിച്ചിട്ടുള്ള പ്രണയവാചകം എന്തായിരുന്നു? I don't know. I don't think I was very eloquent as a love letter writer. I think it would have been very ordinary something. ശ്യാം പ്രസാദ് ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യുമ്പോൾ I remember a love letter I wrote to my wife, which was wife ഒന്നുകൂടി പറയണം. Of course, wife, yeah. Which was actually a quote from a John Denver song. It's Annie's song, You Fill Up My Senses. It goes like this: You fill up my senses like a night in a forest, like maples in springtime, like a walk in the rain. That's Shyam Prasad with us on Star Jam. Done. കണക്കിന് fun. AK-47 എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. Go ahead. Are you ready? Yeah. ശരി. I'm going to pull the trigger. Okay. Choose one. ശ്യാം പ്രസാദിന്റെ ഇഷ്ടമുള്ള ഏരിയ. സിനിമ, നാടകം? Cinema. Why not നാടകം? Cinema is I think a much more effective expression as far as I am concerned. നാടകത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. നാടകത്തിൽ നിന്ന് ഒരുപാട് ഞാൻ പഠിക്കുകയും ഊർജ്ജം കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി നേറ്റീവ് ആയിട്ടുള്ള മീഡിയം ഫിലിം ആണെന്ന് എനിക്ക് തോന്നുന്നു. ശ്യാമപ്രസാദിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നത് മഴ, മഞ്ഞ്? Why not മഴ? മഴ കുറച്ചുകൂടി ഓർഡിനറിയാണ്. നമ്മളിവിടെ എല്ലാ ദിവസവും ഒരു വർഷത്തിൽ പകുതി ഭാഗം നമ്മൾ കാണുന്നതാണ്. മഞ്ഞ കുറച്ചുകൂടി സ്പെഷ്യലാണ്. കഥകൾ ജനിക്കുന്നത് മണ്ണ്, പെണ്ണ്? ഐ തിങ്ക് പെണ്ണ്. കഥകൾ പറയുന്നത് മണ്ണല്ല, മണ്ണിനെ കുറിച്ചോ അല്ലെങ്കിൽ മണ്ണിന്റെ ഒരു ഊർജ്ജമുണ്ടെന്നല്ലാതെ. പക്ഷെ എനിക്കൊന്ന് മനുഷ്യരാണ് അല്ലെങ്കിൽ പെണ്ണാണ് കഥയ്ക്കുള്ള ഏറ്റവും കുറച്ചുകൂടി വളക്കൂറുള്ള ഏരിയ. ശ്യാം പ്രസാദിന് ആഗ്രഹം ഒരു ഹിറ്റ് സിനിമ, ഒരു അവാർഡ് സിനിമ? രണ്ടും കൂടി. AK-47 രണ്ട് ഉണ്ടകളെയും ഒന്നിച്ച് ഡബിൾ ബാരലാണത്. Well, I wish they are not too separate. Actually, sir, ഒരു ഫിലിം എടുക്കുമ്പോൾ do you aspire for an award? No, oh come on. Especially not these days. അങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. I aspire for the right response from the right audience. സഹൃദയം എന്ന് പറയില്ലേ, സ്വന്തം മനസ്സ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ ഈ ലോകത്ത് ചുറ്റുമുണ്ട്. അവരിൽ നിന്നുള്ള ആബ്സല്യൂട്ട് കറക്റ്റ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അസ്പയർ ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഹിറ്റ് എന്നുള്ളതിന്റെ സങ്കല്പത്തിന്റെ അടിസ്ഥാനം. അത്തരത്തിലുള്ള സഹൃദയരുള്ള ഒരു സംഘം തിരഞ്ഞെടുക്കുമ്പോഴാണ് അതിന് അവാർഡ് കിട്ടുന്നത്. റൈറ്റ്. സോ ഇറ്റ്സ് ഓൾ ദി സെയിം. ശ്യാമപ്രസാദിന്റെ സഹൃദയൻ എങ്ങനെയുള്ളവനായിരിക്കും? എന്റെ സമാന ഹൃദയമുള്ളവനായിരിക്കണം. എന്റെ സെൻസിബിലിറ്റിയുടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. സഹൃദയം എന്നുള്ളതിന് സമാന ഹൃദയം എന്നുള്ളതാണ് ശരിക്കും. ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയാം. ഇവരെ വെച്ച് സിനിമ എടുക്കോ ശ്യാമപ്രസാദ് എന്ന് പറയണം. രജനീകാന്ത്. ഇഫ് രജനീകാന്ത് ഒരു ഡേറ്റ് റെഡിയാണ് ശ്യാമപ്രസാദിനോട് വർക്ക് ചെയ്യാൻ, അങ്ങനെയാണെങ്കിൽ why not? I mean, I like his features and all that. അദ്ദേഹത്തിന്റെ രജനീകാന്തിന്റെ ടൈപ്പ് no, I don't think I am capable of it. Neither do I want to. Maybe a Dalapati kind of movie I may be interested. Yeah. Shah Rukh Khan. Why not? Yeah, I like his face and interesting. Swadesh is something I like of him. Surya. Yeah, I like him. Yeah. You will make a movie. Yeah, absolutely. ഒരു ഗജനി സ്റ്റൈൽ ആയിരിക്കും. Or what is your style for Surya? പൂർണ്ണമായും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ അല്ല, എന്നാലും വാരണമായിരം is something which I would like to. Or Pidamahan, for example. That's your genre. Yeah. That's Shyam Prasad with us on Star Jam. Done. കണക്കിന് fun. Done. കണക്കിന് fun.